അമ്മ കത്തിയും കൊണ്ടോടെ പോന്ന്? ഞാനൊരു ഫ്രൂട്ട് പറിക്കാൻ പോവാണ്. ഫ്രൂട്ട് പറിക്കാനോ? ഏത് ഫ്രൂട്ട്? നിനക്ക് കാണണമെങ്കിൽ അത് അമേരിക്കൻ സ്വദേശിയായ ഒരു ഫ്രൂട്ടാണ്. അമേരിക്കൻ സ്വദേശിയായ ഫ്രൂട്ടോ? ഇവിടെ എങ്ങനെ വന്ന്? ഇവിടെ നമ്മൾ അതിന്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് പാവി കിളിപ്പിച്ച് ഇതാണ് ഫ്രൂട്ട്. കണ്ട കഴിഞ്ഞിട്ട് പിടിക്കാൻ ഫ്രൂട്ട് അടിച്ചില്ലായിരുന്നോ? അബിയു അല്ലേ? അബിയു. ഇതിന്റെ പേരെന്തോ അന്നേരം? ഇത് റൊളീനിയ. റൊളീനിയ. കഴിഞ്ഞ ഫ്രൂട്ടിന്റെ പേര്? അത് അബിയു. അബിയു. റൊളീനിയ അബിയു അല്ലേ? ഇത് സീതപ്പഴമൊന്നും പിന്നെ ബ്ലാത്തിയോ എന്നൊക്കെ അതുപോലുള്ളതാണത്. വിദേശ ഇനമാണല്ലേ? വിദേശ ഇനമാണ്. അമേരിക്കൻ സ്വദേശിയാണെന്നാ ഇതിന്റെ. അമേരിക്കൻ സ്വദേശി. അമ്മ കഴിച്ചിട്ടുണ്ടോ ഇത്? ഞാൻ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടും കഴിക്കാനായിട്ട് ഇത് പിടിച്ച് അത് പറിക്കാൻ വന്നതാണ്. അതൊന്ന് പറഞ്ഞാലോ നമുക്കെന്നാ? പറിക്കാം. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണമ്മ? ഇതിന്റെ പ്രത്യേകത അത് പറിച്ച് കഴിച്ചേ വെച്ച് പറയാം. ഇത് എത്ര നാള് പഴക്കം ചെന്ന അല്ലെ എത്ര പ്രായമുള്ള ഒരു മരമാണ് ഈ കാണുന്നത്? ഇതിപ്പോ 2 വർഷമായ പഴം. 2 വർഷമായില്ലേ? 2 വർഷമായി. 2 വർഷം കൊണ്ട് ഇത്രയും വലിപ്പം വന്നില്ലേ? ഒരു 1.5 വർഷം കഴിയുമ്പോ 2 വർഷത്തിനകം വെച്ച് കായ്ക്കില്ലേ? അന്നേരം അതിനകത്ത് ആദ്യമൊക്കെ പൂവിട്ട് വരുന്നതെല്ലാം പൊഴിഞ്ഞു. പിന്നീട് പിടിക്കുമ്പോഴാണ് അത് വീണ്ടും അതിന്റെ കായായി. ആദ്യം പിടിക്കുന്ന കായ്ക്കൊക്കെ വെയിറ്റ് കുറവാണ്. അങ്ങനെയുണ്ടല്ലേ? ചെറുതല്ലേ? ഏകദേശം എത്രമാത്രം വെയിറ്റ് വെക്കും ഇത്? ആദ്യമൊക്കെ പിടിക്കുമ്പോ ഒരു 400-500 ഗ്രാമിനകത്തൊക്കെ വരും. പിന്നെ ഇതങ്ങ് 1 കിലോ 1.5 കിലോ വരെ ഉള്ള ഒരു വെയിറ്റ് വരും. ഇതിനകത്ത് കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിപ്പുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഒക്കെ ചെറിയ കാ നിൽക്കുന്നു. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു കായ്പുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഈ ഫ്രൂട്ടിന് വേറെ എന്തൊക്കെയോ പ്രത്യേകം അമ്മ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. എന്നാലും അതൊക്കെ ഒന്ന് പറയുന്നതാ. അത് നമുക്കിത് കഴിച്ചു നോക്കാം ആദ്യം. എന്നാ പറക്കി കട്ടിയല്ലേ? ആദ്യമായിട്ട് കട്ടിയല്ലേ? ആദ്യമായിട്ട് പിടിച്ചേ കേട്ടോ. ആഹാ, നമ്മള് മുള്ളില് ബ്ലാത്തി ആത്തച്ചക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് സാധനം തന്നെ അല്ലേ? ഇതാണ് ആ സാധനം. കൊള്ളാം കേട്ടോ. ഇതൊരു എന്നെ സോഫ്റ്റ് ആവുമ്പോ അത് പിടിക്കാൻ നമ്മളെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറിച്ചാൽ 2 ദിവസം വരെ ഇരിക്കും. ഇതൊരു എന്നെ സോഫ്റ്റ് ആവുമ്പോ അത് പിടിക്കാൻ നമ്മളെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറിച്ചാൽ 2 ദിവസം വരെ ഇരിക്കും. 2 ദിവസത്തിൽ കൂടുതൽ വെച്ചിരുന്നാൽ കറുത്തു പോകും. അതുകൊണ്ടാണ് ഇതൊന്നും മാർക്കറ്റിൽ കിട്ടാത്തില്ലേ? നമുക്ക് മേടിക്കാൻ കിട്ടാത്തില്ലേ? അബിയു തണക്കാൻ റൊളീനി തണക്കാനല്ലേ നമുക്ക് മേടിക്കാൻ പെട്ടെന്ന് ചീത്തയായി പോകും പഴുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് എങ്ങും വാങ്ങാൻ കിട്ടും. വിദേശ ഇനം ഒരു പഴമാണ്. കാട്ടുപഴം എന്നൊക്കെ വേണമെങ്കിൽ പറയില്ലേ? വിദേശ ഇനം. കട്ട് ചെയ്തല്ലോ. ഇത് കൂടുതലും കാണപ്പെടുന്നത് അമേരിക്കൻ സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മളെ നാട്ടിലോട്ട് വന്നില്ലേ? നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അടിപൊളിയല്ലേ? ഇതൊക്കെ കറക്റ്റായിട്ട് വളരില്ലേ? കാരണം അതിനുള്ള ഉദാഹരണമല്ലേ? എത്ര 2 വർഷമല്ലേ വെച്ചിട്ട്? ഇതിപ്പോ 2 കൊല്ലമായി. 2 കൊല്ലമായില്ലേ? 1.5 കൊല്ലം ആയപ്പോഴത്തേക്ക് പൂ ഇട്ട് ആദ്യം പിടിച്ച പൂവും അതും കായും എല്ലാം പൊഴിഞ്ഞു പോയി. ദാഹിക്കുന്നു പൂ കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് പിടിക്കാറുണ്ടല്ലേ? ഉണ്ട്. അല്ലാതെ ഇന്ന സീസൺ അങ്ങനൊന്നും ഇല്ലല്ലോ? എപ്പോഴും ഫ്രൂട്ട് കാണൂല്ലേ? സീസൺ ഉണ്ട്. പക്ഷെ നമ്മള് ഇപ്പം ആദ്യമായിട്ടല്ലേ പറിക്കുന്നത്. മുറിക്കാം. അമ്മ നേരത്തെ വേറൊരു പേര് എന്തോ പറയുന്ന കേട്ടായിരുന്നല്ലോ ഈ ഫ്രൂട്ടിന്? സീതപ്പഴം. എന്തൊരു പേരൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിക്കുമ്പോ ടേസ്റ്റ് എന്തായിരിക്കും? അമ്മ തന്നെ ആദ്യം കഴിച്ചോ? അമ്മ കഴിയമ്മ പറ എങ്ങനെയുണ്ടെന്ന്. നോക്കട്ടെ. ഇങ്ങനല്ലേ? കുരുവൊക്കെ ഉണ്ടല്ലേ? ഇത് അത് തന്നെ സീതപ്പഴം, ബ്ലാത്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അതേ ഐറ്റം തന്നെ. പക്ഷെ അതിൽ നിന്ന് ഒരു പാലിന്റെ രുചിയാണിത്. പാലിന്റെ രുചിയോ? കൊള്ളാം കേട്ടോ. പാലിന്റെ രുചിയുണ്ട്. പിന്നീട് സീതച്ചക്കയൊക്കെ സംബന്ധിച്ച് ഒരു ചെറിയ മധുരക്കുറവുണ്ട്. അതുകൊണ്ട് ഇത് ഷുഗറുകാർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ്. അങ്ങനെ നമ്മളെ ഫുഡിന് അകമൊന്നും കഴിച്ചൊന്ന് നല്ലോണം കട്ട് ചെയ്താൽ പക്ഷെ തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ? അവിടെ ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടോ ചെറിയ കുരു. നമ്മൾ സീതപ്പഴം എന്നൊക്കെ പറയില്ല, ആ പഴത്തിനകത്തുള്ള ആ ബ്ലാത്തി എന്ന് പറഞ്ഞാൽ ആ പഴത്തിനകത്തുള്ള അതേ കണക്കുള്ള സീത അതിനകത്ത് വരുന്നത്. പക്ഷെ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. വലിയ മധുരമൊന്നുമില്ല. പിന്നെ നമ്മള് വെണ്ണ ഉണ്ടല്ലോ, പാലിന് രുചിയാണ്. അല്ലെങ്കിൽ നമ്മള് വെണ്ണ ഫ്രീസ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് രസമുണ്ട് കേട്ടോ. നമ്മള് പാല് കട്ടിയാക്കി കഴിക്കുക, അത് തന്നെയാണിത്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ, ഷുഗർ പേഷ്യന്റ്, വലിയ മധുരവും ഇല്ല, നല്ല ഇഷ്ടപ്പെടുന്ന നല്ല പാലിന്റെ ഉള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കഴിക്കാൻ, ആ ഫ്രൂട്ട് കഴിയാനേണ്ടോ. ഞാൻ കഴിച്ചോണ്ടിരിക്കും കേട്ടോ. അമ്മ അന്നേരം 2 വർഷം അല്ലേ വെച്ചിട്ട്? എന്റെ സീഡിന്റെ കുരുട്ടാ കളിക്കൂല്ലേ? കുരുട്ടാ കളിക്കുന്നത്.
ആന്നില്ലേ കൂടുതൽ അതാണ് നമുക്ക് എളുപ്പം, നമുക്ക് അതാണ് നല്ലത്. ആന്നില്ലേ കാരണം ഇപ്പൊ ഈ ഒരു ഫ്രൂട്ടിൽ തന്നെ എത്ര കുരുണ്ട്, എങ്ങനെ ഒരു 10-50 കുരുള്ള കുരുണ്ടല്ലേ, ചെറിയ ചെറിയ കുരു. അത് സീഡിട്ട് ക്ലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളർത്താം. അതുപോലെ സീസൺ ആണ് കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ടോ, വലിയ നല്ല ഹൈറ്റ് ഉള്ളൊരു മരമാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് വലിയ ഹൈറ്റ് വെക്കും, പക്ഷെ അത് നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് താന്ന് തന്നെ നിന്ന് നമുക്ക് പഴം പറിക്കാൻ എളുപ്പമാണ്. ആന്നില്ലേ ഇതാണ് നമ്മുടെ മരം കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞു ഒരു 15 അടി 20 അടിക്ക് 20 അടി അല്ല 15 അടിയുള്ള ഹൈറ്റ് മാത്രമല്ല 2 വർഷത്തോളം പഴക്കം ചെന്നൊരു മരമാണ്. 2 വർഷം മാത്രം പഴക്കമുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഇതിനകത്ത് കാ പിടിച്ചു കണ്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ടോ, കായ പിടിച്ച് ഇതാ നിൽക്കുന്നുണ്ടോ കേട്ടോ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഫ്രൂട്ട് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഒരു മരം വെച്ചാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് കിട്ടിയിരിക്കും, ഉറപ്പാണ്. മാസത്തിൽ എങ്ങനെ പോയാലും 2-3 പഴം. സീസൺ ഒന്നുമില്ല, എപ്പോഴും ഇത് കായ്ക്കും കേട്ടോ. ഇവരെല്ലാം വീട്ടിലൊരെണ്ണം മേടിച്ചു വെക്കണം. റോളീൻ എന്നാണ് പേര്. എല്ലാ ഗാർഡനിലും കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ.